25 വയസ്സായി, ഒരു കാര്യം നേരെ പോലെ ചെയ്യില്ല. മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല, തന്തയല്ല എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. അതെനിക്ക് കൂട്ടുന്ന അളിയനും. രേവതി, എനിക്കൊരു ചായ. തുടങ്ങി. ഇങ്ങനെ കാര്യം ചായയിൽ കൂടോത്രം ചെയ്തിടണം. ഏത് നേരവും രേവതി ചായ, അത് തന്നെ. ഏട്ടൻ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. അമ്മ, എനിക്കൊരു കപ്പ് കോഫി. ഓ, എണീറ്റോ ദിവ്യപുത്രൻ? വീട്ടിടാ എന്നെ. ലഗിച്ചു കാശി അനന്തു എണീറ്റോ? അവൻ എണീറ്റിട്ടില്ല ദൈവമേ. കാശി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ കോഴിക്കുഞ്ഞിന് വരണമ്മ സംഭവിച്ച എവിടെയാ? എനിക്കറിഞ്ഞൂടാ. ദൈവമേ, എനിക്കൊരു ഗ്ലാസ് ചായ. അല്ലെങ്കിൽ ഈ രേവമ്മയുടെ ചായക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്ന് ഇതിനെ കുടിച്ചോണ്ടിരിക്കാനേ തോന്നും. അതെന്താടാ, നിനക്ക് നിന്റെ സ്വന്തം തള്ളയുടെ ചായ ഇഷ്ടമല്ലേ? ആഹാ, ആരും നേട്ടിയോ? ഇവിടെ ഉണ്ടായിരുന്നു. എന്താ മുഖത്ത് തേച്ചിട്ടുണ്ടല്ലോ, സ്പെഷ്യൽ ഭംഗി ഇന്ന്. ഡാഡാ, സുഖിപ്പിക്കല്ലേ? കൊച്ചു കള്ളി, മനസ്സിലാക്കി കളഞ്ഞു പോർന്ന്. അമ്മ, എനിക്കും ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ കൊള്ളാം. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കേ. ഇടാ, അച്ഛനും മാധവച്ചനും നമ്മളോട് എന്തോ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ചായ കുടിച്ചിട്ട് ഹാളിലേക്ക് വാ. വന്നോ എൻ്റെ മക്കള്? ഇരിക്ക്. എന്താ അനന്തു, നിന്നോടാണേ ഒരു കാര്യം സീരിയസ് ആയി പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി കൊണാന്ന് പറയാൻ നിൽക്കല്ലേ. മോനാണെന്ന് ഞാൻ നോക്കത്തില്ല. എന്ത് വർത്താനം അച്ഛാ? നിങ്ങൾക്കൊരു അച്ഛനാണോ അച്ഛാ? എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ട അച്ഛാ. അയ്യോ മോനെ, നീ ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. എനിക്ക് നീയേ ഉള്ളൂ. അച്ഛനൊരു ഗുമ്മിന് കയറി പറഞ്ഞാ നീ അന്ത ഭയം ഏർക്കട്ടോ. ആഹാ, എന്തൊരു സ്നേഹം. തന്തയും മകനൊന്നും പറയേയില്ല. എന്താ പിതാശ്രീ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? എടാ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നമ്മുടെ കുടുംബക്കാരെല്ലാം കേരളത്തിലാണ്. നിങ്ങളുടെ മുത്തശ്ശനെ വിളിച്ചിരുന്നു. അവർക്കൊരാഗ്രഹം അവരുടെ പേരമക്കളെയൊക്കെ കാണണമെന്ന്. ഞാനാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കേരളത്തിലേക്ക് ചെല്ലാന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. നടക്കില്ല അച്ഛാ, നടക്കില്ല. അച്ഛൻ അറിയുന്നല്ലേ എനിക്ക് ആ നാട് ഇഷ്ടമല്ല എന്ന്. ഞാൻ വരില്ല. അച്ഛനാണെങ്കിൽ ഇവന്മാരെ കൊണ്ടേക്കോ. എന്താ പന്നി, നീ ഇല്ലാതെ ഞങ്ങൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ? എടാ മോനെ, അച്ഛൻ നിന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമല്ലടാ. അച്ഛാ, ഞാൻ കാശി, നമ്മൾ കേരളത്തിലോട്ട് പോകും. നീ ഞങ്ങളുടെ കൂടെ വരും ചെയ്യും. നിന്റെ ചേട്ടനാ പറയുന്നേ. ഇവന്മാരൊക്കെ വലിയ പിള്ളേരായില്ലേ. എന്നാലും നിങ്ങൾക്കൊന്നും ഞങ്ങളെ വന്ന് കാണാൻ തോന്നിയില്ലല്ലോടാ. ഹായ്, മുത്തശ്ശനും മസിലൊക്കെ ഉണ്ടല്ലോ. അച്ഛാ, ഓ അവൾക്ക് അവൾ അച്ഛനാ മതി. എന്താ അമ്മേ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും വലുതാ. പന്നികളെ ഏണീക്കടാ, നേരെ എത്രയൊന്നും വല്ല ബോധമുണ്ടോ? ഒന്നും പോടാ തെണ്ടി, രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കം നിനക്കെടുത്താനായിട്ട്. ഇന്ന് വർത്താനോടെ വൃത്തിയിട്ടവനെ. ഒന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ഒരു ചേട്ടനല്ലടാ. എൻ്റെ പൊന്നു കിച്ചു, ഒരു 10 മിനിറ്റ് കൂടെ ഉറങ്ങിക്കോട്ടടാ പ്ലീസ്. മനസ്സിലായിടാ, എല്ലാം മനസ്സിലായി. ഐ എം ബ്രേക്കിംഗ് അപ്പ് വിത്ത് യു ടു. ഏട്ടായി ഓടാ മാറി. ഏട്ടായി നിന്റെ കെട്ടിയവൻ വെക്കടാ എന്നെ താഴെ തേണ്ടി. ഇല്ലല്ലോ. നീ എന്തിനാ മോനെ അവനെ ഏറ്റിയും കൊണ്ട് നടക്കുന്നേ? മുത്തശ്ശി, അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇവന്മാർക്ക് രണ്ടുപേർക്കും വട്ടാണ്. സ്പ്രൈറ്റിനുണ്ടായവനെ നിനക്കുള്ളത് തരാട്ടാ. അവ എനിക്കുണ്ടായതല്ലേ, എന്നെ കാണാൻ സ്പ്രൈറ്റിന്റെ പോലെയാണോ? അവർ എനിക്കിട്ട് താങ്ങിയതാണോ? നിങ്ങൾ മൂന്നിലൊന്ന് കടയിൽ പോകണം, കുറച്ച് സാധനം വാങ്ങാണ്ട്. പിന്നെ പാല് വാങ്ങുമ്പോൾ കുറച്ചധികം പാല് വാങ്ങണേ, പായസം ഉണ്ടാക്കാനാ. എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ അവന്മാരോട് പറഞ്ഞു. എന്നോട് എതിര് പറയും മാത്രമല്ല, നീ മര്യാദയ്ക്ക് കടയിൽ പൊക്കോ. എന്നിട്ട് തനി തുപ്പാൻ നീ കാണും. വെറുതെ എന്നെ കൊണ്ട് എൻ്റെ ചട്ട കടിപ്പിക്കരുത്. എന്താ
ഇപ്പൊ ഇവിടെ ഉണ്ടായി. മോനെ കാശി, നീ ഇങ്ങ് വന്നേ, ചേട്ടൻ ചോദിക്കട്ടെ. ഇവിടെ നിന്ന് അവരെല്ലാം കൂടി നിന്നിട്ട് പൊരിക്കും, നീ ഇങ്ങ് വന്നേ. അപ്പോ കട പോവാലേ? ഡോ, എവിടെ നോക്കിയിട്ടാണ് നടക്കുന്നത്? തൻ്റെ മുഖത്ത് കണ്ണല്ലേ? തന്നോടാണ് ഞാൻ പറയുന്നത്. താൻ എൻ്റെ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? ഡേ, മതി കിടന്ന് കുണച്ചത്. അതിന് മാത്രം ഇവിടെ എന്താണ്ടായി? നിങ്ങൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടി, അത്രയല്ലേ ഉള്ളൂ. അത് പറയാൻ താൻ ആരാടോ? ദേ പെണ്ണെ, എൻ്റെ സ്വഭാവം മഹാമോശ. വെറുതെ നമ്മുടെ പെണ്ണിനെ തല്ലി എന്നുള്ള പേര് കേൾപ്പിക്കുന്ന കാശി മതിയടാ. കുട്ടി പൊക്കോളൂ, അവനിത്തിരി ദേഷ്യം കൂടുതലാ. മാനേഴ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് 7 അയലത്തിൽ കൂടെ പോകാത്ത ടീംസാണ് നിങ്ങളൊന്ന് മനസ്സിലായി. ഇവളോ ഞാനിന്ന്? കാശി വാ പോവാം. കുറച്ചു നേരം കിടക്കട്ടെ. എടാ ചേട്ടൻ തണ്ടി എൻ്റെ മേലെ എണീറ്റ് പോടാ ദുഷ്ട. ഇന്ന് മാർക്കറ്റിൽ വെച്ച് കണ്ട ആ പെണ്ണുണ്ടല്ലോ, എൻ്റെ പൊന്നെ എന്തൊരു വാഴ നോക്കടാ അതിനെ. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ അവിടെ നിന്നെങ്കിൽ അവളുടെ കർണം നോക്കി പൊട്ടിച്ചിരുന്നു. ഒരു പെണ്ണിനെ തല്ലി എന്നുള്ള പേര് നമുക്ക് വേണ്ടടാ കാശി. അത് ന്യായം അല്ലടാ ചേട്ടാ. നിന്നെയല്ലടാ ആ പെണ്ണ് അത്രയും പറഞ്ഞ്, എന്നിട്ട് നീ എന്ത് പഴം വിഴുങ്ങിയ പോലെ അവിടെ നിന്നിരുന്നു. ആ അത് തന്നെ, അതിൽ പെങ്കൊച്ചല്ലേ, ഞാനെന്ത് പറയാനാ, എല്ലാം നീ പറഞ്ഞില്ലേ. അത് വിട്, എൻ്റെ തക്കുവാ ചുട്ടുമണിയനെ ഇങ്ങോട്ട് വാ. പോടാ വൃത്തിട്ടാനെ. എടാ അനന്ത് കേട്ടോ അതിനെ പിടിച്ചോണ്ട് പോടാ. അനുഭവിക്കുക.